ഹാപ്പി ബേബി ഫിഷിംഗ്. ഗൈസ് നമ്മൾ കുറെ നാളെ വീഡിയോ ഇട്ടിട്ട് മടിയൊന്നുമല്ല ഗൈസ്. കാരണം ഈ മഴ, പിന്നെ നമ്മൾക്ക് മീൻ പിടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കാരണം നിങ്ങളൊക്കെ കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് വീഡിയോ ഇടുകയാണ്. ഇന്നത്തെ എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഈ ഒരു അടിപൊളി സ്പോട്ടിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതേ കണ്ടോ, ഇതൊരു വലിയ കുളമാണ്. വലുതെന്ന് വെച്ചല്ലേ നല്ല വലുത്. ഇതേ കണ്ടോ, ഇതൊരു പഞ്ചായത്ത് കുളമാണ് ഗൈസ്. സോ നല്ല ഭംഗിയുണ്ട്. ഇത് ഫുള്ള് നിറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നാണ്. ഇവിടെ മീനുണ്ടോയെന്ന് കാര്യമായിട്ട് ഞാൻ എത്തി നോക്കാൻ വന്നപ്പോൾ മീനൊന്നും ഇല്ല ഗൈസ്. മീനൊക്കെ ആൾക്കാർ പിടിച്ചോണ്ട് പോയി. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആണ്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. നമ്മളിന്ന് കടലിലേക്കാണ് ഫിഷിങ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കടലിലല്ല, കടലിന്റെ അവിടെയുള്ള ഒരു കായലില്. കടല് ഭയങ്കര സീനാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് ഭയങ്കര സീൻ എന്ന് വെച്ചാൽ ആരും പോകരുത്. ഫിഷിങ് ചെയ്യാൻ വേണ്ടി ദൂരത്തുനിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ട് നമ്മുടെ ഈ ചേച്ചൂർ ബീച്ചിലേക്ക്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ ബീച്ചിലേക്ക് വരാറുണ്ടല്ലോ, അവരൊന്നും ഇപ്പൊ വരരുത്. കാരണം നല്ല സീനാണ് ഗൈസ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു സുനാമി പോലെയൊക്കെ തോന്നുന്നുണ്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മള് കടലിലല്ല, കടലിന്റെ അടുത്തുള്ള ഒരു കായലിലാണ് നമ്മൾ ഫിഷിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത്, അല്ല അന്തിക്കാട് പഞ്ചായത്ത് കുളം ഗൈസ്. ഞാൻ വീഡിയോ എടുക്കുന്നത് അവിടെ നിന്ന് രണ്ട് ചേട്ടന്മാരെ നോക്കണം, എനിക്കത് എന്തോപോലെ ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. എനിക്കിത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഫിഷിങ് ചെയ്യാൻ പോയാലോ? ഞാൻ കടലിന് വരാല് കയറുന്ന പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ട വരാല് കിടക്കുന്നത്, നല്ല സൈസുള്ള വരാല് കേട്ടോ. ഇത് എവിടെ എങ്ങനെ ഇവിടെ വന്നൊന്നും അറിയില്ല. കാരണം എങ്ങനെ വന്നിട്ടുണ്ടാവുന്നല്ല, ഈ വെള്ളം നല്ലതുപോലെ കയറിയപ്പോ കായലിന് വെള്ളം വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതേ കണ്ടോ ഇങ്ങനെ ഇതുപോലെ വന്ന് മീൻ അടിയുന്നത്. വലിയ വരാലാണ് കേട്ടോ. എന്റെ കാലിന്റെ കണ്ടോ ഇത്രയും വലിയ സൈസുള്ള വരാല്. എന്റെ പൊന്നോ, ഒരു 2 kg ഒക്കെ ഉണ്ടാവും കേട്ടോ. ചേടാ എന്താലേ ഗൈസ്, നമ്മള് കടലിൽ ചൂണ്ടാൻ വേണ്ടി വന്നാണ്. പക്ഷെ കടലിന്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര പേടി. അത്രയ്ക്കും ഒരു സുനാമി വരിക എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് നമ്മൾക്ക് നേരിട്ട് കാണുമ്പോ. ഒരിക്കലും നമ്മള് ഇത്രയും ടെററായിട്ടുള്ള കടൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതുമാത്രല്ല, ഫുള്ള് ഇങ്ങനെ കടലിന് സാധനങ്ങളെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് ഞാൻ പറയുന്നത് കേൾക്കണ്ടെന്ന് പോലും അറിയില്ല. അയ്യോ ഇത് നോക്ക് അമ്മ, ഇത്ര അടുത്തെത്തി. അയ്യോ പടച്ചോനെ, ഇതെന്താണിത് ഗൈസ്? ഭയങ്കര ടെററാണ് കേട്ടോ. ഇത് കാണുമ്പോ തന്നെ പേടിയാവണം കേട്ടോ. അതേ കണ്ടോ, മുട്ടിലൊന്നും ഒരാള് പോലും ഇല്ല ചൂണ്ടാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ഡേഞ്ചറാണ് ഇപ്പൊ കടൽ ക്ഷോഭമാണ് ഗൈസ്. അതുകൊണ്ട് ആരും, എന്റെ പൊന്നോ, നമ്മളെ വിശ്വസിച്ചിട്ട് ഇത്ര ദൂരെ പോലും നിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ആ മുട്ട അറിയോ, അത് ചാവക്കാടില്ലേ, ആ ഒരു മുട്ടാണ് കേട്ടോ. അതിന്റെ അവസ്ഥ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് കണ്ടോ, ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. അതിന്റെ കല്ലൊക്കെ ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ആ മുട്ടിലൊന്നും നിന്ന് മീൻ പിടിക്കാനൊന്നും പറ്റില്ല. കാരണം ഫുള്ള് ബ്രേക്കായി പോവാണ്. ഇതേ കണ്ടോ, അത്രയും ശക്തമായിട്ടാണ് തിര അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അയ്യോ ഇത് എന്താണിത്? ഇത് നോക്ക് നിങ്ങള്, ഭയങ്കര ടെറർ. ഇത് കണ്ടോ, ഫുള്ള് മഞ്ഞിങ്ങനെ വന്നു നിൽക്കണ പോലെ ഉണ്ട് കേട്ടോ. അയ്യോ കണ്ട, ഒരു തിര പോണുണ്ടോ, സുനാമി പോണ പോലെ പോണത്. എന്റെ പൊന്നി, ഇത് നോക്ക് നല്ല സീനാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടും ചെറുതല്ല കേട്ടോ. ദേ വരണ്, ഇതേ പോണ നമ്മുടെ തിരയൊക്കെ അല്ല, നമ്മുടെ തീരൊന്നും ഇല്ല കേട്ടോ. ഇപ്പോ നമ്മുടെ ബീച്ച് കാണാൻ വരുന്നവർക്ക് ഇപ്പൊ തീരൊന്നും ഇല്ല ഗൈസ്. ഫുള്ള് കടലെടുത്തിരിക്കുക. ഇതേണ്ടോ തീരം, പടച്ചോനെ. ഇത് അടുത്ത് കൂടെ പോവാട്ടെ, ഭയങ്കര ഡേഞ്ചർ ഇവിടെ നിക്കണത് ഗൈസ്. ഇത് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം നമ്മള് ഇതുവരെയൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതേപ്പോ കണ്ടോ, ഇവിടെ വരെ വെള്ളം കയറുന്നുണ്ട്. അത്രയ്ക്കും ഫുള്ള് കടലെടുത്തുട്ടാ. കണ്ടോ ഓരോ തിരന്റെ ശക്തി കണ്ടോ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള അതേ സ്ഥലത്താണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. കാരണം കടലിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റില്ല, ഒരാഴ്ച പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് തോന്നണത്. കാരണം അത്രയ്ക്കും ടെററാണ് കേട്ടോ ഇപ്പൊ കടല്. അപ്പൊ നമ്മളെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മീൻ പിടിക്കാം. ഇതിപ്പോ എങ്ങനെ ഇപ്പോ, അയ്യോ ഇപ്പൊ 2 കൊക്കിയിട്ടുണ്ട്. 2 എണ്ണത്തിൽ 2 മീൻ കിട്ടണം നമുക്ക്. നിക്കട്ടെ അതില്ലേ, കിട്ടില്ല ഗൈസ്. കാരണം ഓളവും ദേ കണ്ട മരത്തിൽ പോയി കുടുങ്ങി. അയ്യോ ഓളം ആയതുകൊണ്ടില്ല, നമ്മൾക്ക് ഹുക്കപ്പ് കൊടുക്കാൻ കറക്റ്റായിട്ട് കിട്ടില്ല. അതാണ് പ്രശ്നം ഗൈസ്.
മഴ ചതിച്ച് വലിയ മഴ വന്നിട്ടോ. ഇതേ കണ്ടോ, നമ്മളെന്തായാലും കോട്ടിട്ടിട്ട് കുറച്ചു നേരം ഫിഷിങ് ചെയ്യാം. കൊറേ സമയത്തിന് ശേഷല്ലേ ഇതേ ഒരു നച്ചർ കയറിയിട്ടുണ്ട്. അവനില്ലേ ഫോൾസ് ഒക്കെ ആണ്. ഇതേ കണ്ട കൂട്ടം കൂടിയിട്ട് എല്ലാം കൂടി വന്ന് തീറ്റ് തിന്നുന്ന ഇടയിൽ ഞാൻ പിടിച്ച് വലിച്ചതാ. പാവുണ്ട് കേട്ടോ. അതേ കണ്ടോ, വയറിന്റെ ഭാഗത്താണ് കയറിയിട്ടുള്ളത്. എന്തായാലും നമ്മൾക്ക് പിന്നെ എടുക്കാം കേട്ടോ. കാരണം ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നെച്ചർ വറുത്ത് നല്ല ടേസ്റ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവനെ എടുക്കാം കേട്ടോ. നോക്ക് കിടക്കണ പാവം കേട്ടോ. ഇവനെന്തായാലും ഞാൻ ഒന്ന് ഹുക്കൊക്കെ ഊരട്ടെ പതുക്കെ. നല്ല മഴ പെയ്തു കേട്ടോ, വലിയൊരു മഴ പെയ്തു. അപ്പൊ നമ്മള് കോട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് പോയ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അയ്യോ പോയിട്ടോ, മിസ്സായി പോയി. ഇത് നല്ല രീതിക്ക് അടി ഒഴുക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ കല്ല് വെയിറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് മീന്. നല്ല രീതിക്ക് സ്ട്രൈക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾക്ക് പിടിച്ച് വലിച്ചെടുക്കുമ്പോഴേക്കും അവന്മാർ പോവും. അയ്യോ എന്തോ ഒഴുക്ക് നോക്ക് ഗൈസ്. നമ്മളെ നിർത്തിയിട്ടോ, കാരണം നല്ല സ്ട്രൈക്കൊക്കെ ഉണ്ട്. പക്ഷെ അടി ഒഴുക്കുണ്ടോ, നല്ല രീതിക്ക് അടി ഒഴുക്കാണ്. നമ്മൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർത്തി. വെറുതെ സമയമായി, വൈകുന്നേരം രാത്രി 6 മണിയൊക്കെ ആയി ഗൈസ്. നമ്മൾക്ക് വീട്ടിൽ പോവാട്ടോ ഗൈസ്. എന്തോ അരിച്ചാക്കൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞത്, അരിച്ചാക്കൊന്നുമല്ല, എന്തോ പഞ്ഞിച്ചാക്കാണ് തോന്നുന്നത്. അതാണ് ഇതിങ്ങനെ ഇങ്ങനെ പോണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല ഞാൻ വേറെ ഒന്നും പറയില്ല ഗൈസ്. ഇത് നോക്ക്, ഇത് ഒഴുകി പോണത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ട്. എന്നാലും ഇത് ഇങ്ങനെ തന്നെ പോകുമ്പോൾ എന്തോ ഇല്ലേ അതില് അല്ലേ. കണ്ടോ ഗൈസ്, ഇത് ചെറിയ വീഡിയോ ആണ് കേട്ടോ, കാരണം മഴ നല്ല രീതിക്ക് മഴയാണ്. ഇതേ കണ്ടോ, അതിൻ്റെ മുടിയൊക്കെ നനഞ്ഞ ഫുള്ള് നനഞ്ഞ. കോട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ കുറച്ച് നേരം ഇന്ന് ഫിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നച്ചറ മീൻ കിട്ടിയിട്ടോ, ഇന്നലെയും കിട്ടി ഇന്നും കിട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ നച്ചറ നമ്മൾ ഫ്രൈ ചെയ്യും കേട്ടോ വീട്ടിൽ പോയിട്ട്. അപ്പോൾ അതാണ് വിശേഷം ഗൈസ്. പിന്നെ ഈ സമയത്ത് നമ്മൾക്ക് വരാല് പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വരാല് പിടിക്കാൻ പോവാത്തത്. ഇപ്പോൾ കടലിൻ്റെ അവസ്ഥ ഇങ്ങനെ. ഇനി നമ്മൾ എന്ത് വീഡിയോ ഇടും എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.